ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചാമ്പക്ക വെച്ചിട്ട് നല്ല രുചിയുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണിത്. നമ്മൾ മലയാളികൾക്ക് എത്ര തരം കൂട്ടാനുണ്ടെങ്കിലും സൈഡിൽ അച്ചാറും പപ്പടവും ഇല്ല ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ് അല്ലേ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചാമ്പക്ക അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എങ്കിൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ചാമ്പക്ക എടുത്തിട്ടുണ്ട്. നല്ല ചുവപ്പുള്ള അത്യാവശ്യം നല്ല പുളിയുള്ളൊരു ചാമ്പക്കയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കഴുകി അതിലെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചെറുതുമല്ല എന്നാലും വലുതുമല്ല, ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ എണ്ണ നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10 അല്ലിയേ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കുറച്ച് കായംപൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാമ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മസാലയും ചാമ്പക്കയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനു മുൻപ് നമുക്ക് കുക്കിംഗ് ഒട്ടുമില്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു തമ്പുളിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. നമുക്ക് ബിസിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണത്. കക്കരിക്ക വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അത് കാണാത്ത ആരെങ്കിലും ഇങ്ങനെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അങ്ങനെ നമ്മുടെ മസാലയും ചാമ്പക്കയും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സുർക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ സുർക്കയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചാമ്പക്ക വെച്ചിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇത്. നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ കൂടെ സൈഡായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.